നിങ്ങൾ മുന്നിൽ നടന്നോളൂ. ആ, ഇവരെയും കൊണ്ട് രാമശാരി മുന്നിൽ നടക്കുക. താനും വരൂ. ഞാനത് നേരത്തെ നിരീക്ഷിച്ചതാ. നമ്മുടെ തറവാട്ടു മാന്ത്രിയൻ മനംനൊന്ത് വിളിച്ചാൽ കൃഷ്ണപ്പരന്ത് പാഞ്ഞെത്തും. എത്തിയോ? രാമശാരെ, പുതുമനത്തന്ത്രിയോട് എന്ന് പറഞ്ഞേക്ക് നടത്താനിരുന്ന പൂജ മാറ്റിവെച്ചിരിക്കുന്നു. തന്ത്രിയെ കണ്ടില്ലേ? കണ്ടു. പക്ഷേ അദ്ദേഹവും കുമാരൻ തമ്പി അങ്ങും ചേർന്ന് പൂജ നടത്തുമെന്ന് പറഞ്ഞു. ഓം ശ്രീമാത്രേ നമഃ. ഓം ശ്രീ മഹാരാജ്ഞേ നമഃ. ഓം ശ്രീമത് സിംഹാസനേശ്വര്യേ നമഃ. ഓം ചിതാഗ്നികുണ്ഡ സംഭൂതായേ നമഃ. മഹാമഹേ ജഗദംബികേ അഭിവാദയേ പരമേശ്വര ശർമാഹംഭോ. ആരാണാവോ എത്തിയിരിക്കുന്നത്? ഭൂതമോ രക്ഷസോ പ്രേതമോ? ഈയിടെയായി ബാധകളെ ഒഴിപ്പിക്കല് തന്നെയാ നിന്റെ ജോലി. അറുകൊലയും രക്ഷസും ഒക്കെ അപകടകാരികളാ. അമ്മയൊന്നും മിണ്ടാതിരിക്കൂ. ഒരു ബാധയ്ക്കും എന്നെ ഉപദ്രവിക്കാനാവില്ല. മന്ത്രവാദി, അത്താഴൂണ് കഴിഞ്ഞ് ഉറങ്ങാൻ കിടന്ന പെണ്ണ പെട്ടെന്ന് എണ്ണീറ്റ ചാടി തുള്ളാൻ തുടങ്ങിയത്. മണിമംഗലത്തെ? അതേ കുഞ്ഞെ, മണിമംഗലത്തെ കേശവൻ നായരാ ഞാൻ. എന്റെ മകളാ ഭാനുമതി. ഞാനിതാ വരുന്നു. ഇങ്ങോട്ട് നേരെ നിൽക്കൂ. മനസ്സില്ല. എടോ മന്ത്രവാദി, താനെന്നെ എന്ത് ചെയ്യാനാ ഭാവം? നീ ആരാണെന്ന് പറയൂ. പറയില്ലടാ, നിന്റെ മന്ത്രത്തിന് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നിർത്തണ മന്ത്രം. കളത്തിലേക്ക് കയറ്. കളത്തിലേക്ക് കയറാൻ. ഈശ്വര, നീ ആരാ? ഞാൻ രക്ഷസ. നീയല്ലേ മുമ്പൊരിക്കൽ കരിമ്പൂച്ചയെ വന്നത്? അതെ. വാചം
അപ്സരസ് ഏതാടാ? അത് മണിമംഗലത്തെ കേശവൻ നായർ അദ്ദേഹത്തിന്റെ ഒറ്റപുത്രിയാ. സൗന്ദര്യം പോലെ തന്നെ ആ സ്വഭാവവും. എന്താകുന്ന ഞാൻ കല്യാണം ആലോചിച്ചാൽ അങ്ങനെ പോലുള്ള ഒരാൾക്ക് കേശവൻ നായർ അദ്ദേഹം പെണ്ണിനെ തരുവോ? ഞങ്ങൾ ഇറങ്ങട്ടെ. അങ്ങനെ ആട്ടെ. ഞാനൊരു രക്ഷായന്ത്രം തരാം. അത് ധരിച്ചു കഴിഞ്ഞാൽ ഒരു ബാധയും വിളയിച്ചില്ല. അതുകൊണ്ട് ഞാൻ മണിമംഗലത്തേക്ക് വരാം. അയ്യോ, അതൊക്കെ ബന്ധപ്പാടല്ലേ. ഞാൻ ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവരാം. വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. എന്റെ പിതൃക്കളെ, ഗരുഡ ഭഗവാൻ എന്റെ മകന്റെ മനസ്സിന് ബലം നൽകണേ. കുമാര, നീ ധ്യാനിക്കുകയാണോ കിനാവ് കാണുകയാണോ? ഞാൻ ക്ഷിപ ഓം സ്വാഹ, ക്ഷിപ ഓം സ്വാഹ. ഗരുഡ ഭഗവാനെ, പിതൃക്കളെ, ഈ അഗ്നിപരീക്ഷയിൽ വിജയിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. ഇവനെ എന്തിനിങ്ങനെ പരീക്ഷിക്കുന്നു?